ഞാനും നിന്റെ ഏട്ടനും തമ്മിൽ സ്നേഹത്തിലായിരുന്നു. എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയാ നിന്റെ ഏട്ടൻ ഇവളെ കൊല്ലാൻ ശ്രമിച്ചത്. എന്താ നീ പറഞ്ഞത്? കള്ളം, പച്ചക്കള്ളം. അവള് പറഞ്ഞത് സത്യം. നിന്റെ ഏട്ടന് ഇവളോട് പ്രേമമായിരുന്നു. സൂര്യ ഇവനും തമ്മിൽ ഡിവോഴ്സ് ചെയ്യാൻ പോവാണെന്നും ഡിവോഴ്സ് കഴിഞ്ഞാൽ ഇവളെ കല്യാണം കഴിക്കാമെന്നും പ്രിയയ്ക്ക് ഇവൻ വാക്ക് നൽകി. ഞാൻ DK കല്യാണം കഴിക്കാൻ തന്നെ കാരണം ഇതാ. എന്റെ അനിയത്തെ ഇവന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ DKയുമായുള്ള കല്യാണത്തിന് സമ്മതിച്ചത്. ഒടുവിൽ ആ കല്യാണം നടക്കില്ല എന്ന് കണ്ടപ്പോ സിത്താരയും DKയും തമ്മിലുള്ള കല്യാണ ദിവസം ഇവൻ എന്റെ അനിയത്തിയെ തടവുകാരിയാക്കി. കഴുത്തിൽ കത്തിവെച്ച് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് DKയെ വിവാഹം കഴിപ്പിച്ചു. കല്യാണ പെണ്ണിന്റെ വേഷത്തിൽ നീ വേണം കല്യാണ മണ്ഡപത്തിലെത്താൻ. മനസ്സിലായോ? ഇല്ല ഇല്ല, ഇത് നടക്കില്ല. എന്നെ കൊന്നാലും ശരി, എനിക്കിത് ചെയ്യാൻ പറ്റില്ല. നിന്നെ കൊല്ലില്ല, പകരം ഇവളെ കൊല്ലും. DKയെ ചതിച്ചത് ഞാനല്ല, ഇവനാ 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 ഇവനാ. ഇയാള് പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ഞാൻ വിചാരിച്ചു. ഒടുവിൽ അന്ന് ക്ഷേത്രത്തിൽ രാമനവമിയുടെ പൂജ നടന്ന ദിവസം പ്രിയ, ഇവൻ ചതിയനാ. എന്നെ ഈ അവസ്ഥയിലാക്കിയത് ഇവനാ. ഇയാൾ പറഞ്ഞതെല്ലാം കളവായിരുന്നുവെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. മതി, നിർത്ത്. എന്റെ ഏട്ടന് പറഞ്ഞു മരിക്ക്. എല്ലാ കുഴപ്പം ഉണ്ടാക്കിയത് നീയാ. ചേട്ടത്തെ അനിയത്തെ കൂടി നടിക്കുന്ന നാടകം കൊള്ളാം. ചിത്രേ, മതി. ഇവളെ കുറ്റം പറയണ്ട. ഏതൊരു പെണ്ണിനും സംഭവിക്കുന്ന ഒരു തെറ്റ് ഇവൾക്കും സംഭവിച്ചിട്ടുള്ളൂ. തെറ്റ് ചെയ്തത് നിന്റെ ഏട്ടനാ. ഒടുവിൽ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞപ്പോ ഞാൻ കരുതി ഇയാള് കുറച്ചെങ്കിലും നന്നായിന്ന്. പക്ഷേ ഇന്ന് ഇവൻ എന്താ ചെയ്തെന്ന് നിനക്കറിയോ? നീ എന്ത് കരുതിയടി? ആഗ്രഹിച്ചൊന്നും അനുഭവിക്കാതെ പോയിട്ടില്ല. DK വന്നില്ലായിരുന്നെങ്കിൽ ഇയാൾ എന്നെ ഇനി പറ, ഇവൻ എന്ത് ശിക്ഷ നൽകണം?
ഈ ശിക്ഷ മതിയോ ഇവന്? ഇവൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് നിന്റെ സഹോദരനായതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഞാൻ ഇവനെ എന്നെ കൊന്നു തള്ളിയനെ. ഇത്രയൊക്കെ ദുഷ്ടത്തരം കാണിച്ചിട്ടും എന്നെ കള്ളക്കേസിൽ ജയിലിലാക്കാൻ ശ്രമിച്ചിട്ടും ഞാൻ ഇവനെ വെറുതെ വിട്ടത് നീ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. ഇനി ഇവൻ എന്ത് ശിക്ഷ കൊടുക്കണമെന്ന് നിനക്കും സൂര്യക്കും കൂടി തീരുമാനിക്കാം. എന്തിനാ നിങ്ങൾ എന്റെ സഹോദരനായിട്ട് വന്ന് ജനിച്ചത്? കല്യാണം കഴിച്ച പെണ്ണിനോട് ഇത്രയ്ക്ക് ക്രൂരത കാണിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? ഇറങ്ങ, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. മേലിൽ ഇനി ഈ വീട്ടിൽ കയറി പോരുത്. ചിത്രേ, സോറി, പറ്റിപ്പോയി. ഇനി ഇങ്ങനൊന്നും ഉണ്ടാവില്ല, സത്യം. വേണ്ട, ഇനി ഈ വീട്ടിൽ നിൽക്കാൻ നിങ്ങൾക്ക് യോഗ്യതയില്ല. ഇറങ്ങിപ്പോ. ചിത്രേ, വേണ്ട. എന്റെ ഭർത്താവിനെ എനിക്ക് വേണം. സംഭവിച്ചതൊക്കെ വിധിയാണെന്ന് കരുതി സമാധാനിക്കാനല്ല, ജീവിതം എന്താണെന്ന് ഇയാളെ പഠിപ്പിച്ചു കൊടുക്കാനാ. ഇനി ഒരു പെണ്ണിനെയും ഇയാൾ ചതിക്കരുത്. ജ്യോതി, എന്നെ മുറിയിലാക്ക്. കേട്ടില്ലടാ അവള് പറഞ്ഞിട്ട് പോയത്? അവളെ കൊല്ലാൻ ശ്രമിച്ചതുപോലും നിന്നോട് അവൾ ക്ഷമിച്ചു. ഇനി അങ്ങോട്ട് നിന്റെ ജീവിതം സൂര്യ പറയുന്ന പോലെ ആയിരിക്കും. ഇവിടുന്ന് അങ്ങോട്ട് നീ അനുഭവിക്കുന്ന മാന്യതയും അഭിമാനവും സൂര്യയുടെ ഭിക്ഷയാ. അവളുടെ കാൽ കീഴിൽ ജീവിച്ചു തീർക്കണം നിന്റെ ഈ ജന്മം. മറിച്ചൊരു വാക്കോ പ്രവൃത്തിയോ നിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അന്ന് തീർക്കുന്നതിനെ ഞാൻ. എന്നെ അപമാനിച്ചതിന് നീ കണക്ക് പറയേണ്ടി വരും DK. അവളുടെ കാൽക്കൽ ജീവിക്കണം പോലും അത് നീയാണോ തീരുമാനിക്കുന്നേ? ഞാനാണ് തീരുമാനിക്കുന്നത്. എണ്ണിക്കോ DK. ഇന്നു മുതൽ നിനക്കുള്ള ശവപ്പെട്ടി ഞാൻ പണിയാൻ തുടങ്ങുകയാണ്. ഒരു ദിവസം അതിൽ നിന്നെ കയറ്റി കിടത്തും ഞാൻ. നോക്കിക്കോടാ ഹിറ്റ്ലറെ. ഏട്ടൻ ഇപ്പോ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം. ഇതെന്റെ ഭർത്താവിന്റെ വീട്. സന്തോഷത്തോടെ സമാധാനത്തോടെ ഭർത്താവിനൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ചു വന്ന പെണ്ണാ ഞാൻ. എനിക്കിവിടെ ഉപേക്ഷിച്ച് പോവാനാവില്ല. ഏട്ടന്റെ പ്രവൃത്തികൾ കാരണം നാണക്കേടുകൊണ്ട് എനിക്കിവിടെ ജീവിക്കാൻ വയ്യാതായി. അതിനും ഞാൻ എന്ത് ചെയ്തു മോളെ? ചെയ്ത തെറ്റിനും മാപ്പ് ചോദിക്കാൻ ശ്രമിച്ചാണോ ഞാൻ ചെയ്ത തെറ്റ്? അതിനു വേണ്ടിയാണോ ഇതൊക്കെ കാട്ടിക്കൂട്ടിയത്? നിങ്ങൾ ഈ ജന്മം നന്നാവുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ഞാനൊന്നും പറയട്ടെ ചിത്രേ? വേണ്ട, ഒന്നും പറയണ്ട. ഈ വീട്ടിൽ എന്റെ സ്ഥാനവും എന്റെ ജീവിതവും ഒന്നും ഓർക്കാതെയാ ഏട്ടൻ ഇതൊക്കെ ചെയ്ത് കൂട്ടിയത്. അതിനുള്ള ശിക്ഷയും
എനിക്ക് കിട്ടിയില്ലേ? ശിക്ഷയോ? ഇതൊക്കെ ഒരു ശിക്ഷയാണോ? നിങ്ങൾ ചെയ്ത് കൂട്ടിയ ക്രൂരതകൾ വെച്ചാണെങ്കിൽ ഇതൊന്നും അല്ല. കുട്ടിക്കാലം തൊട്ട് നിങ്ങളുടെ ചെയ്തികൾ കണ്ട് മനസ്സ് വേദനിച്ചിട്ടുള്ളവളാ ഞാൻ. ഒരു കല്യാണം കഴിച്ചാലെങ്കിലും നിങ്ങൾ നേരെ ആവുമെന്ന് കരുതി. പക്ഷെ അതുകൊണ്ട് കാര്യം ഉണ്ടായില്ല. ആ പാവത്തിന് തള്ളിയിട്ട് കൊല്ലാൻ നോക്കാൻ എങ്ങനെ തോന്നി നിങ്ങൾക്ക്? അന്ന് അവള് മരിച്ചു പോയിരുന്നെങ്കിലും ആര് സമാധാനം പറയുമായിരുന്നു? എല്ലാ പെൺകുട്ടികൾക്കും സ്വന്തം ഏട്ടനെന്ന് പറഞ്ഞ സ്വന്തം അച്ഛന് തുല്യം. അത്രയ്ക്ക് സ്നേഹവും ആദരവോ അവർക്ക് ഏട്ടന്മാരോടുള്ളത്. പക്ഷെ നിങ്ങളോ? നിങ്ങളെ കുറിച്ച് ഓർത്ത് ഇന്നും ദുഃഖിച്ചിട്ടേ ഉള്ളു ഞാൻ. എനിക്കിനി നിങ്ങളെ കാണണ്ട. മോളെ, ഇപ്പൊ ഇറങ്ങിക്കോണേ വീട്ടിൽ നിന്ന്. മോളെ. ചിത്രേ, വേണ്ട ചിത്രേ, അവിനാശിനെ ഇവിടുന്ന് ഇറക്കിവിടാൻ നീ പരിശ്രമിക്കണ്ട. തൽക്കാലം അവിനാശ് ഈ വീട്ടിൽ തന്നെ കഴിയട്ടെ. അത് മറ്റൊന്നും കൊണ്ടല്ല, DK അവിനാശിനോട് ക്ഷമിച്ചിരിക്കുന്നു. എന്തിനാ ഇയാൾക്ക് മാപ്പ് കൊടുത്തത്? അത് DKക്ക് മാത്രമേ അറിയൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, മറ്റെന്തോ വലിയ ശിക്ഷ DK അവിനാശിന് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം വിട്ടേക്ക്. ഇനി ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ച എന്റെ കൈകൊണ്ടായിരിക്കും നിങ്ങളുടെ മരണം. ഇനി അങ്ങോട്ട് നിന്റെ ജീവിതം സൂര്യ പറയുന്ന പോലെ ആയിരിക്കും. ഇവിടുന്ന് അങ്ങോട്ട് നീ അനുഭവിക്കുന്ന മാന്യതയും അഭിമാനവും സൂര്യയുടെ ഭിക്ഷയാ. അവളുടെ കാൽ കീഴിൽ ജീവിച്ചു തീർക്കണം നിന്റെ ഈ ജന്മം. നിന്റെ വിചാരണയാ. ചെയ്ത തെറ്റിന്റെ ശിക്ഷ നീ അനുഭവിച്ചേ മതിയാവും. നിനക്ക് തന്ന വാക്ക് ഞാൻ പാലിച്ചു. നിന്റെ അനിയത്തിയുടെ ജീവിതത്തിൽ നിന്ന് അവിനാശിന്റെ ഭീഷണി എന്നേക്കുമായി ഒഴിഞ്ഞു. നിന്റെ അനിയത്തിയുടെ കല്യാണം നടത്താനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു. നിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമായിരുന്നല്ലോ ഈ രണ്ട് കാര്യങ്ങൾ. അതുകൊണ്ട് ഇനി നിനക്ക് തിരിച്ചു പോവാം. തിരിച്ചു പോവാനോ? എങ്ങോട്ട്? നിന്റെ വീട്ടിലേക്ക്. പറയും, നിനക്ക് വേണ്ടി ഞാൻ നീ എന്താ ചെയ്തു തരേണ്ടത്? അത് ശരി. അപ്പൊ ഇനി ഞാൻ ആരായിട്ട് ജീവിക്കണം? മനസ്സിലായില്ല? മനസ്സിലാവില്ല. അത് നിങ്ങൾ ഒരാണായതുകൊണ്ടാ മനസ്സിലാവാത്ത. നിങ്ങൾ ഈ ആണുങ്ങൾക്ക് പലപ്പോഴും പെണ്ണിനെ മനസ്സിലാവില്ല. അത് എത്ര കാലം കൂടെ ജീവിച്ചാലും. ഇത്രയും കാലം ഞാൻ നിങ്ങളുടെ ഭാര്യയായിട്ട് ജീവിച്ചു. ഇനി ഞാൻ ആരായിട്ട് ജീവിക്കണം? ഭർത്താവ് ഉപേക്ഷിച്ച പെണ്ണായിട്ടോ? അതോ ജീവിച്ചിരിക്കുന്ന നിങ്ങളുടെ വിധവയായിട്ടോ? എന്തുകൊണ്ട് നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു എന്ന് ഈ സമൂഹം എന്നോട് ചോദിച്ചാ ഞാൻ എന്ത് മറുപടി പറയും? അതെനിക്കറിയില്ല. അതിനുള്ള ഉത്തരം നീ തന്നെ കണ്ടുപിടിക്കണം. അല്ല, ഇവിടെ നിന്നോട് തിരിച്ചു പോവാൻ പറയുന്ന നിങ്ങൾക്ക് ഈ ഉത്തരങ്ങൾ കൂടി പറഞ്ഞു തരാനുള്ള ബാധ്യതയുണ്ട്.
അത് നിങ്ങളുടെ കടമയാണ്. ഇനി എന്റെ ഭാവി എന്തായിരിക്കും? ഞാൻ വേറെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണം, അതോ ഒറ്റയ്ക്ക് തന്നെ ഇനിയുള്ള ജീവിതം ജീവിച്ചു തീർക്കണോ? നിനക്ക് ആവശ്യമുള്ളത്ര പണം നഷ്ടപരിഹാരമായിട്ട് ഞാൻ തരും. ആ പണം എന്റെ നഷ്ടപ്പെട്ട ജീവിതത്തിന് പകരമാവോ? അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇനി നിന്നെ അമരാവതിയിൽ ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതൊക്കെ ഉപയോഗം കഴിഞ്ഞാൽ വലിച്ചെറിയുമല്ലേ, കറിവേപ്പില പോലെ. ഇത്രയ്ക്ക് വികാരപരമായ കാര്യങ്ങളെ കാണേണ്ടതില്ല. നമ്മൾ തമ്മിലുള്ള കരാർ അവസാനിച്ചു എന്ന് കരുതിയാൽ മതി. കല്യാണം ഒരു കരാർ ജോലിയാണെന്നാണോ നിങ്ങൾ വിചാരിച്ചേ? ഏറ്റെടുത്ത ജോലി കഴിഞ്ഞ് തിരിച്ചു പോകും വരെ മാത്രമുള്ള ഒരു എഗ്രിമെന്റ് ആണോ ഈ താലി? സുപ്രിയ നിങ്ങൾക്ക് അങ്ങനെയായിരുന്നോ? എന്റെ സുപ്രിയ ഇതിലേക്ക് വലിച്ചഴിക്കരുത്. എന്തുകൊണ്ട്? മരിച്ചു പോയെങ്കിലും അവളും എന്നെ പോലൊരു പെണ്ണായിരുന്നില്ലേ? സുപ്രിയോടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ കരാർ പറയുമായിരുന്നോ? സുപ്രിയയ്ക്ക് വേണ്ടിയാ ഞാൻ ഈ കരാർ നിന്നോട് പറയുന്നത്. പച്ചക്കള്ളം. സുപ്രിയയുടെ ആഗ്രഹം വീണ്ടും നിങ്ങളൊരു വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണമെന്നായിരുന്നു, അല്ലാതെ ഒരു പെണ്ണിന്റെ ജീവിതം ചില്ലു പാത്രം പോലെ എറിഞ്ഞുടയ്ക്കണമെന്നായിരുന്നില്ല. ആയിരുന്നോ? സുപ്രിയയുടെ ആത്മാവിന്റെ ആഗ്രഹങ്ങൾ തൊട്ടറിയുന്ന വീമ്പിളക്കുന്ന ആളല്ലേ? പറയ, സുപ്രിയ ആഗ്രഹിച്ചത് ഇതായിരുന്നോ? ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇത്രയേറെ നിങ്ങൾ അവളെ സ്നേഹിച്ചിട്ടും ദൈവം നിങ്ങളിൽ നിന്ന് അവളെ തിരിച്ചെടുത്തത് എന്തുകൊണ്ടാണെന്ന്. നിങ്ങൾ ഒരിക്കലും സുപ്രിയ എന്ന പെണ്ണിനെ മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോ ഇത്രയും നാൾ ഒരു മുറിയിൽ ഉറങ്ങിയിട്ടും ഒപ്പം ജീവിച്ചിട്ടും നിങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടില്ല. വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു കളിപ്പാട്ടോ അല്ല സ്ത്രീ. നീ പറയുന്നതൊക്കെ നിന്റെ മാത്രം അഭിപ്രായങ്ങളാണ്. എനിക്കിനി നിന്നോടൊത്ത് മുന്നോട്ട് ജീവിക്കാനാവില്ല. നീ തിരിച്ചു പോയേ പറ്റൂ. പോകാം, തിരിച്ചു പോവാം. പക്ഷെ പോകണമെങ്കിൽ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം തന്നേ പറ്റൂ. ഇനി ഞാൻ ആരായിട്ട് ജീവിക്കണം? ഇവിടെ നിറങ്ങുമ്പോ ഒരു പക്ഷെ നിങ്ങൾ എനിക്ക് തരുന്ന നഷ്ടപരിഹാരത്തിന്റെ കെട്ടുകണക്കിന് പണം എന്റെ കയ്യിലുണ്ടാവും. പക്ഷെ എത്ര കോടി രൂപ പകരം കൊടുത്താലും ഈ ചോദ്യത്തിനുള്ള ഉത്തരം പറയാൻ എനിക്ക് കഴിയില്ല. അത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നേ പറ്റൂ. അല്ലാതെ ഞാൻ ഈ പടി ഇറങ്ങില്ല ഹിറ്റ്ലറെ. എനിക്കറിയാം എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം പറയാൻ നിങ്ങൾക്ക് ഈ ജന്മം കഴിയില്ലെന്ന്. അതുകൊണ്ട് നിസ്സാരമായി എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കാമെന്നുള്ള നിങ്ങളുടെ ആഗ്രഹം അത് നടക്കില്ല. ഇനിയുള്ള കാലവും ഞാൻ നിങ്ങളുടെ ഭാര്യയായിട്ട് തന്നെ ഇവിടെ ജീവിക്കും. എനിക്ക് നിന്നെ പോലൊരു പെണ്ണിനെ ഭാര്യയായി ആവശ്യമില്ല. ദേ, നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഇത്തിരി മനുഷ്യത്വം എന്റെ ഉള്ളിൽ ഇപ്പോഴും ബാക്കിയുള്ളത് കൊണ്ടാ നിന്നോട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ പറയുന്നത്. നഷ്ടപരിഹാരം കിട്ടുന്ന പണവുമായി പോയി സ്വന്തമായിട്ട് നല്ലൊരു ജീവിതം ഉണ്ടാക്കാൻ നോക്ക്. നമ്മൾ തമ്മിൽ സ്നേഹിച്ച് വിവാഹം കഴിച്ചവരല്ല. നിന്നെ സ്നേഹിച്ച് ജീവിച്ചോളാമെന്ന് ഞാൻ നിനക്ക് വാക്ക് തന്നിട്ടുമില്ല. എന്റെ കൂടെ ജീവിച്ച് നിന്റെ ജീവിതം കൂടി നശിച്ചു പോകാതിരിക്കാനാ ഞാൻ ഈ പറയുന്നത്. മര്യാദയ്ക്ക് തിരിച്ചു പോ, എവിടെയെങ്കിലും പോയി ജീവിക്ക്. ഞാൻ പറഞ്ഞില്ലേ ഹിറ്റ്ലറെ, ഞാൻ പൊയ്ക്കോളാം. പക്ഷേ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം തരണം. അഭിമാനമുള്ളൊരു പെണ്ണാ ഞാൻ. ഇവിടെ നിറങ്ങുമ്പോ സമൂഹം എന്നെ പരിഹസിക്കരുത്. അവരുടെ മുന്നിൽ ഞാനൊരു മോശം പെണ്ണാവരുത്. അതിനവര് ചോദിക്കുന്നതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞേ പറ്റൂ. എന്നെ ഉപേക്ഷിക്കുന്ന നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം പറഞ്ഞു തരാനുള്ള ബാധ്യതയുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ചുമ്മാതല്ല.
ഉപേക്ഷിക്കുന്നവൻ അതിനുള്ള കാരണം കൂടി പറഞ്ഞേ പറ്റൂ. ഒരു കാര്യം ചെയ്യ, തല പുകഞ്ഞാലോചിക്ക. എന്നിട്ട് ഉത്തരം കിട്ടുമ്പോ എന്നോട് പറയും. എന്നിട്ട് ആ ഉത്തരം എനിക്ക് തൃപ്തികരമാണെങ്കിൽ ഞാൻ തീരുമാനിക്കും ഇവിടെ നിന്ന് പോണോ വേണ്ടയോ എന്ന്. അല്ലാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റില്ല. കാരണം ഞാൻ ഹിറ്റ്ലറിന്റെ ഭാര്യയാണ്, മിസ്സസ് ഹിറ്റ്ലർ.